സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുന്നു. ഇന്ന് 11 ജില്ലകളിൽ റെഡ് അലർട്ടും 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ് പ്രഖ്യാപിച്ചത്. ഓറഞ്ച് അലർട്ടുള്ള തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള 11 ജില്ലകളിലാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ളത്. മാനസ മനോജ് ചേരുകയാണ്. മാനസ, നിലവിലെ അലർട്ടുകൾ എങ്ങനെ? സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരാനുള്ള സാധ്യതയാണോ മുന്നിൽ കാണേണ്ടത്? തീർച്ചയായും മാതൃ സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. നിലവിൽ 11 ജില്ലകളിലാണ് റെഡ് അലർട്ടും അതോടൊപ്പം തന്നെ 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തുടരുകയാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള ജില്ലകളിലാണ് ഈ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ ഈ കനത്ത മഴയെ തുടർന്ന് തലസ്ഥാനത്ത് ഉൾപ്പെടെ സംഭവിച്ച നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. നിലവിൽ ഇന്ന് രാവിലെയോടുകൂടി തലസ്ഥാനത്ത് നല്ല ശക്തമായ രീതിയിലുള്ള മഴയായിരുന്നു. ആ മഴയിലും കാറ്റിലും ഇവിടെ തിരുവനന്തപുരത്ത് NGO ക്വാർട്ടേഴ്സ് പരിസരത്ത് വൻ മരം കടപുഴകി വീണ ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ശക്തമായ കാറ്റ് 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാമെന്ന മുന്നറിയിപ്പ് നേരത്തെ നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഇവിടെ ഒരു കാറ്റിന്റെ ആ ഒരു ശക്തിയിൽ വലിയൊരു മരം കടപുഴകി വീണത്. ഒപ്പം തന്നെ 5 ബൈക്കുകളും ഒരു കാറും കേടുപാട് സംഭവിച്ചു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. നമ്മളോട് ഇപ്പോൾ ഈ റെസിഡൻസ് അസോസിയേഷൻ ട്രഷറർ ചേരുന്നുണ്ട്. ഞങ്ങളൊരു എല്ലാവരും ഉറങ്ങുകയല്ലേ, അപ്പോൾ ഒരു 4:45-5 മണിയോട് കൂടിയാണ് ഒരു ഭീകരമായ ശബ്ദം കേട്ടത്. അപ്പോൾ നമ്മളെല്ലാം കരുതി ഈ ശക്തമായ ഇടിയാവുമെന്ന് കരുതി. 10 മിനിറ്റിനകം ആളുകൾ പുറത്ത് വന്ന് നോക്കുമ്പോഴാണ് ഈ കൂറ്റൻ മരം, പുളിമരം വീണ് വേറെ 2 മരത്തിൻ്റെ മേലെ വീണ് ഡ്രസ് വർക്കെല്ലാം നാശമായി. ഒരു കാറും 5 ബൈക്കും ഉൾപ്പെടെ അതിന് അടിയിൽപ്പെട്ടു. വലിയ തരത്തിലുള്ള നാശനഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇതിപ്പോൾ പകൽ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് കുട്ടികളിരുന്ന് കളിക്കുന്ന സ്ഥലമാണ്. പകലെങ്ങാനുമാണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വലിയ തരത്തിലുള്ള അപകടമായേനെ. എന്തായാലും 5 മണിയോട് കൂടി അപ്പം തന്നെ ഫയർഫോഴ്സിനെ വിളിക്കും. ഫയർഫോഴ്സ് ഉടനെ വന്ന് അവരെ മരങ്ങളെല്ലാം വെട്ടിമാറ്റി. PWD ബിൽഡിങ്സിൻ്റെ AXനെ വിളിച്ചിരുന്നു. അവരും കോൺട്രാക്ടേഴ്സിനെ വിട്ടു. അവർ മരങ്ങളെല്ലാം മുറിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബിൽഡിങ്ങിന് കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. ആ ബിൽഡിങ്ങിൻ്റെ കണ്ടോ, അവിടെ എല്ലാം ഇതിൻ്റെ ശക്തമായി ശിഖരങ്ങൾ വന്ന് അടിച്ച് ആ ഡ്രസ് വർക്കെല്ലാം നാശമായി പോയിട്ടുണ്ട്. ബിൽഡിങ് ശരിക്കും നല്ല ജർക്കിംഗ് ആയിട്ടുണ്ടാവും. ഇത്രയും വലിയ ഭാരമുള്ള മരം വന്ന് വീണേക്കുക, അതൊക്കെ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട അവസ്ഥയാണ്. കാരണം 10-50ഓളം വർഷം പഴക്കമുള്ള ബിൽഡിങ്ങാണ്. നല്ല രീതിയിൽ അതെ, വാഹനങ്ങൾക്ക് നല്ല രീതിയിൽ കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. 5 ബൈക്കോളം പൂർണ്ണമായും തകർന്നു. ആ കാറിന്റെ ഒരു വലിയ ഭാഗം തകർന്നിട്ടുണ്ട്. ആളപായമൊന്നുമില്ല. രാവിലെ പുലർച്ചെ ആയതുകൊണ്ട് ആളപായമൊന്നും ഉണ്ടായി. ഇതുപോലെയാണ് തലസ്ഥാനത്ത് കഴിഞ്ഞ ദിവസവും നമ്മൾ വെള്ളയമ്പലം, ബേക്കർ ജംഗ്ഷൻ തുടങ്ങിയ ഇടങ്ങളിലൊക്കെയും ഇത്തരത്തിൽ ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീട് ഗതാഗതം യോഗ്യമല്ലാതാവുന്ന രീതിയിലൊക്കെയും റിപ്പോർട്ട് അല്ലെങ്കിൽ വാർത്ത ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നും ശക്തമായ മഴയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. നമ്മളോട് നേരത്തെ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഉൾപ്പെടെയുള്ളവർ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പൊക്കെയും നൽകിയിരുന്നത്. അതായത് ഇത്തരത്തിൽ അപകട സാധ്യതയുള്ള മരങ്ങളൊക്കെയും ഉണ്ടെങ്കിൽ അത് മുറിച്ചു മാറ്റണമെന്നും KSEBയെ അറിയിക്കണമെന്നതടക്കമുള്ള നിർദ്ദേശങ്ങളായിരുന്നു പങ്കുവച്ചിരുന്നത്. നിലവിൽ അതിതീവ്ര മഴ തുടരുന്ന ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ക്വാറി ഖനന പ്രവർത്തനങ്ങളും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് ഈ റെഡ് അലർട്ട് തുടരുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് തീരദേശ മലയോര മേഖലകളിലുള്ള ജാഗ്രതാ നിർദ്ദേശം. ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ ആക്രമണ സാധ്യതയും കണക്കിലെടുത്ത് തീരദേശവാസികൾ അതീവ ജാഗ്രത പാലിക്കേണ്ട സാഹചര്യം തന്നെയാണ് കടന്നു പോകുന്നത്. കേരള തീരത്ത് മുഴുവൻ ഉയർന്ന തിരമാല സാധ്യത തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ റെഡ് അലർട്ടും ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. നിലവിൽ തീരത്ത് മത്സ്യബന്ധന വിലക്ക് തുടരുകയാണ്. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിലുള്ള വിലക്കും തുടരുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ആതിര, ശരി, വ്യക്തമാണ്. തിരുവനന്തപുരം NGO ക്വാർട്ടേഴ്സിന് മുകളിൽ വൻമരം കടപുഴകി വീണിരിക്കുകയാണ്. മാനസ മനോജാണ് തത്സമയ വിവരങ്ങൾ നൽകിയത്.